ഉൽപ്പത്തിയുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. ഹനോക്ക് ദൈവത്തോടു കൂടെ തന്നെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് കാണുന്നു. അപ്പോൾ ദൈവം ഹനോക്കിനെ എടുത്തുകൊണ്ടതുകൊണ്ട് കാണാതെയായി എന്ന് പറയുന്നു. ഹനോക്കിനെ കുറിച്ച് നോക്കുമ്പോൾ ഹനോക്ക് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ 365 സംവത്സരം ഈ ഭൂമിയിൽ ജീവിച്ചതായി പറയുന്നു. അപ്പോൾ 365 വർഷം ജീവിച്ച് ദൈവത്തോട് നടന്നു എന്ന് കാണുന്നു. അപ്പോൾ ഈ ഹനോക്കിൻ്റെ പുത്രനായ മെതുസലബിനെ കുറിച്ച് ഇവിടെ പറയുന്നു. അപ്പോൾ അയാൾക്ക് ഹനോക്കിന് മക്കളുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോൾ പലവിധമായ കഷ്ടപ്പാടുകളും വെല്ലുവിളികളും വേദനകളും വരാറുണ്ട്. ഹനോക്കിൻ്റെ ജീവിതത്തിലും അത് ഉണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ താൻ കുടുംബസ്ഥനാണ്, കല്യാണം കഴിച്ചിരുന്നു, മക്കളുണ്ട്, അപ്പോൾ പ്രാരാബ്ധമുണ്ട്. എങ്കിലും ദൈവവചനം പറയുന്നു, ആ മനുഷ്യൻ ദൈവത്തോടു കൂടെ സഞ്ചരിച്ച് ഒരു ദിവസം കാണാതായി എന്ന്. പ്രിയ ദൈവബദലെ നമുക്കും ദൈവത്തോട് സഞ്ചരിക്കുവാൻ കഴിയും. നമ്മുടെ കഷ്ടങ്ങൾ, പ്രയാസങ്ങളിൽ, വേദനകളിൽ എല്ലാത്തിനും ദൈവത്തിനെ തന്നെ ആശ്രയിച്ച് നാം നടക്കുമ്പോൾ കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കും. ഒരു ദിവസം ഈ ലോകത്തിലെ എത്ര വയസ്സിലാണ്, ഏത് പ്രായത്തിലാണ്, ഏത് നിമിഷത്തിലാണ് നമ്മെ ഈ ലോകത്തു നിന്ന് കൊണ്ടുപോകണമെന്ന് നാം ജനിക്കുമ്പോഴേ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് നമ്മെ കൊണ്ടുപോകും. അപ്പോൾ ഈ ഭൂമിയിൽ ഉള്ളവർക്ക് നാം കാണാതെയാകും. പക്ഷേ ദൈവത്തിൻ്റെ രാജ്യത്തിൽ അനേകരെ നമുക്കും കാണാം, അവർക്ക് നമ്മയും കാണാം. പ്രിയ ദൈവ പൈതലേ, അപ്പോൾ ഈ ഹനോക്ക് കുടുംബമായി ജീവിച്ച് ഈ ലോകത്ത് ദൈവത്തോടു കൂടെ നടന്നതുപോലെ നമ്മുടെ കുടുംബ ജീവിതത്തിലായാലും തനിപ്പെട്ട ജീവിതത്തിലായാലും ദൈവത്തോടു കൂടെ നടന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിൽ ചെന്നെത്തുവാൻ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും കരങ്ങളെയും പിടിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.